ഹിറ്റ്ലർ ഒരു ഓസ്ട്രിയൻ പൗരനായിരുന്നു. എങ്കിലും അയാൾ ജർമ്മൻ സൈന്യത്തിൽ ചേരാൻ സന്നദ്ധനായി. ഓസ്ട്രിയയും ജർമ്മനിയും ഒരൊറ്റ രാഷ്ട്രമാകണമെന്നും എല്ലാ ജർമ്മൻ ജനതയും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിക്കണമെന്നും അയാൾ കരുതി. തന്റെ ദുരിതം നിറഞ്ഞ ജീവിതം മാറ്റാനുള്ള ഒരവസരമായിട്ടാണ് അയാൾ ഈ യുദ്ധത്തെ കണ്ടത്. മ്യൂണിക്കിലെ ഒരു ചരിത്രപ്രധാനമായ സ്ഥലമായ ഓഡിയോൺസ്പ്ലാറ്റ്സിൽ നടന്ന ഒരു വലിയ ദേശസ്നേഹ സംഗമത്തിൽ ഹിറ്റ്ലർ ആവേശഭരിതനായി പങ്കെടുത്തു. ഒരു ഫോട്ടോഗ്രാഫിൽ ആവേശത്തിന്റെ കൊടുമുടിയിൽ ഒരുതരം ലഹരിയിലായിരിക്കുന്ന അവന്റെ ചിത്രം കാണാം. ഈ യുദ്ധം തന്റേതായ ഒരു അടയാളം സൃഷ്ടിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവൻ കണ്ടത്. 1915 മാർച്ച് 17-ന് അവന്റെ റെജിമെന്റ് വടക്കൻ ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമമായ ഫ്രോമലസിനടുത്തുള്ള കിടങ്ങുകളിൽ യുദ്ധം ചെയ്തു. ഒരു വർഷത്തോളമായി അഡോൾഫ് ഹിറ്റ്ലർ ബവേറിയൻ ഇൻഫൻട്രിയിലെ 16-ാം റെജിമെന്റിൽ ഒരു സന്ദേശവാഹകനായിരുന്നു. മുന്നണിയിലെ ബറ്റാലിയനുകളും സ്റ്റാഫ് ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിലുള്ള ആശയവിനിമയം ഉറപ്പാക്കിയിരുന്നത് അവനായിരുന്നു. ഇതത്ര മഹത്വമുള്ള ഒരു ജോലിയായിരുന്നില്ല, പക്ഷേ അത്യാവശ്യവും അപകടകരവുമായിരുന്നു. വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ഹിറ്റ്ലർ വളരെ നല്ലൊരു സൈനികനായിരുന്നു. അവൻ മനസാക്ഷിയോടെ അനുസരിച്ചു. അവന്റെ മേലുദ്യോഗസ്ഥർക്ക് അവനെ എപ്പോഴും വിശ്വസിക്കാമായിരുന്നു. ബാക്കിയുള്ള സമയത്ത് ചിലപ്പോൾ ഹിറ്റ്ലർ മുന്നണിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലെ വീട്ടിൽ താമസിക്കുമായിരുന്നു. മൊത്തത്തിൽ അവൻ ഏതാണ്ട് 1.5 വർഷത്തോളം ഫ്രാൻസിലെ മണ്ണിൽ തുടർന്നു. പെട്ടെന്ന് ഹിറ്റ്ലർ സൈന്യത്തിന്റെ ഭാഗമായി. അവനെ പരിപാലിക്കാൻ ആളുകളുണ്ടായിരുന്നു. പണത്തെക്കുറിച്ചോ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നതിനെക്കുറിച്ചോ അവന് വേവലാതികളുണ്ടായിരുന്നില്ല. സൈന്യത്തിൽ തനിക്കൊരിടം അവൻ കണ്ടെത്തി. അവിടെ അവൻ സന്തുഷ്ടനായിരുന്നു. അവന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടായിരുന്നു. അവന്റെ സഹപ്രവർത്തകരുമായുള്ള ചിത്രങ്ങളിൽ മെലിഞ്ഞ മുഖവും നീണ്ട മീശയുമുള്ള അവനെ കാണാം. നമുക്കറിയാവുന്ന ഹിറ്റ്ലറിൽ നിന്ന് അവനെ തിരിച്ചറിയാൻ കഴിയില്ല. അവന്റെ സൈന്യത്തിലെ കൂട്ടുകാർ അവന്റെ പുതിയ കുടുംബമായിരുന്നു. അവനടുത്ത് ആരുമുണ്ടായിരുന്നില്ല. പുതിയ കൂട്ടുകാരുമായി അവൻ നന്നായി ഒത്തുപോയി. അവർ അവനെ ഏകാന്തനും അധികം സാമൂഹികനല്ലാത്തവനുമായ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ അവന്റെ ധൈര്യവും നിശ്ചയദാർഢ്യവും അവരെല്ലാം അംഗീകരിച്ചു. 1914 ഡിസംബറിൽ അവന് കോർപ്പറൽ ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു. അയൺ ക്രോസ് ക്ലാസ് 2 എന്ന ബഹുമതിയും അവനെ തേടിയെത്തി. അത് അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ അംഗീകാരമായിരുന്നു. ജീവിതകാലം മുഴുവൻ അവൻ അത് ധരിച്ചു. 25 വയസ്സുള്ള അതുവരെ ഒന്നും നേടാത്തൊരു ചെറുപ്പക്കാരന് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഹിറ്റ്ലർ അതിൽ അവിശ്വസനീയമാം വിധം അഭിമാനിച്ചു. 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ ആ യുവ സൈനികന്റെ ജീവിതം തകർന്നു. സൈന്യം വിട്ടുപോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അവിടെ തന്നെ തുടരാൻ അവൻ എല്ലാ ശ്രമങ്ങളും നടത്തി. പോകാനൊരു വീടില്ലാത്തതുകൊണ്ടും ഒരു വരുമാനം ആവശ്യമുള്ളതുകൊണ്ടും അവൻ സൈന്യത്തിൽ തുടരാൻ തീരുമാനിച്ചു. 1919 ഫെബ്രുവരിയിൽ മ്യൂണിക് വിപ്ലവകാരികളായ തീവ്ര ഇടതുപക്ഷത്തിന്റെ കൈകളിലായിരുന്നു. ഇത്തരം ബോൾഷെവിക് പ്രസ്ഥാനങ്ങൾ സൈന്യത്തെ മലിനമാക്കുമെന്ന് സൈന്യത്തിലെ ഉന്നതർ ഭയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് സർവീസിന്റെ തലവനായ കാൾ മേയർ സൈനികർക്കിടയിൽ ശരിയായ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ പ്രൊപ്പഗൻഡ ഏജന്റുമാരെ അടിയന്തരമായി റിക്രൂട്ട് ചെയ്തത്. ഹിറ്റ്ലർ അതിനൊരു തികഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു. യുദ്ധസമയത്ത് സഹപ്രവർത്തകരോട് ദീർഘനേരം പ്രസംഗിക്കുന്ന ശീലം അവനുണ്ടായിരുന്നു. ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവന് കഴിഞ്ഞിരുന്നില്ല, പക്ഷേ അവന് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ കഴിഞ്ഞു. സൈനികരുടെ രാഷ്ട്രീയ മനോവീര്യം നിലനിർത്താനും അവരെ ദേശീയതയുടെ ശരിയായ പാതയിലേക്ക് നയിക്കാനും അവന് കഴിയുമെന്ന് കരുതപ്പെട്ടു. മ്യൂണിക് സർവകലാശാലയിൽ നടന്ന ബോൾഷെവിക് വിരുദ്ധ ഇൻസ്ട്രക്ടർമാർക്കുള്ള ആദ്യത്തെ പരിശീലന കോഴ്സുകളിലേക്ക് ഹിറ്റ്ലറെ അയച്ചു. ഗോഡ്ഫ്രൈഡ് ഫെഡർ എന്നൊരാൾ നൽകിയ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രഭാഷണങ്ങൾ അവന്റെ താൽപര്യം പിടിച്ചുപറ്റി. അവ കടുത്ത യഹൂദ വിരുദ്ധതയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അത് ഹിറ്റ്ലറിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. ഇതെല്ലാം ഹിറ്റ്ലറെ സ്വന്തമായൊരു സിദ്ധാന്തം രൂപപ്പെടുത്താൻ സഹായിച്ചു. 1919 ഓഗസ്റ്റ് ആയപ്പോഴേക്കും യഹൂദന്മാരോടുള്ള അവന്റെ വെറുപ്പ് ഒരു ഭ്രമമായി മാറിയിരുന്നു. ഒരു സൈനികന് അയച്ച 4 ടൈപ്പ് ചെയ്ത പേജുകളുള്ള ഒരു കത്തിൽ അവനത് പ്രകടിപ്പിച്ചു. ഈ കത്ത് പിന്നീട് അമേരിക്കയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഇത് ഹിറ്റ്ലറുടെ ആദ്യത്തെ യഹൂദ വിരുദ്ധ രേഖയാണ്. അതിൽ ഭാവിയിലെ നാസി സിദ്ധാന്തം മിക്കവാറും മുഴുവനായി മടങ്ങിയിരിക്കുന്നു. യഹൂദ ചോദ്യത്തെക്കുറിച്ചുള്ള അവന്റെ അഭിപ്രായം അതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ ഭൂമിയിലെ എല്ലാ ജനങ്ങളുടെയും ജീവരക്തം വലിച്ചെടുക്കുന്ന പരാന്നഭൂജികളാണ്. സ്വന്തമായി ഒരു സംസ്ഥാനം സ്ഥാപിക്കാനോ മറ്റുള്ളവരെ പോലെ സ്വന്തം അധ്വാനത്തോടുകൂടി ജീവിക്കാനോ അവർക്ക് കഴിയില്ല. അവരൊരു വലിയ പീയുള്ള പരാന്നഭൂജികളാണ്. കത്തിന്റെ അവസാനം അവൻ കൂടുതൽ വ്യക്തമാക്കുന്നു.
അന്തിമലക്ഷ്യം യഹൂദന്മാരെ നീക്കം ചെയ്യുക എന്നതായിരിക്കണം. തന്റെ യഹൂദവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രേരകശക്തി എന്തായിരിക്കുമെന്ന് ഹിറ്റ്ലർ ആദ്യമായി വെളിപ്പെടുത്തിയത് അപ്പോഴായിരുന്നു. ഭരണകൂടം യഹൂദവിരുദ്ധതയെ സംഘടിപ്പിക്കണമെന്നും ജർമ്മൻ പ്രദേശത്തു നിന്നും ജർമ്മൻ സമൂഹത്തിൽ നിന്നും യഹൂദവംശജരായ എല്ലാ പൗരന്മാരെയും എന്നേക്കും ഒഴിവാക്കണമെന്നുമുള്ള ആശയം. അവന്റെ യഹൂദവിരുദ്ധത അവന്റെ ചിന്തയുടെ കേന്ദ്രസ്തംഭമായി മാറി. അക്കാലത്ത് അഡോൾഫ് ഹിറ്റ്ലർ സൈന്യത്തിലെ ഒരു സാധാരണ നോൺ കമ്മീഷൻഡ് ഓഫീസർ മാത്രമായിരുന്നു. പക്ഷേ 1919 ആണ്ട് അവന്റെ ഉയർച്ചയിലെ ഒരു നിർണായക വഴിത്തിരിവായി മാറി. 1919 സെപ്റ്റംബറിൽ മ്യൂണിക്കിലെ ഒരു ബിയർ ഹാളിൽ വെച്ച് അഡോൾഫ് ഹിറ്റ്ലർ ആന്റൺ ഡ്രക്സ്ലറെ കണ്ടുമുട്ടി. DAP അഥവാ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന ചെറിയ ബവേറിയൻ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ഡ്രക്സ്ലർ. ആ പാർട്ടി തീവ്ര ദേശീയനാദവും യഹൂദവിരുദ്ധതയും ഒരുപോലെ മുറുകെ പിടിച്ചിരുന്നു. എല്ലാ ജർമ്മൻകാരെയും ഒരു സംസ്ഥാനത്തിൽ ഒന്നിക്കുക, ജർമ്മനിയിലെ യഹൂദ പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കുക എന്നിവയായിരുന്നു അവരുടെ പരിപാടി. അതൊരു നിർണായകമായ കണ്ടുമുട്ടലായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹിറ്റ്ലർ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു. സൈന്യത്തിൽ അവന്റെ രക്ഷാധികാരിയായിരുന്ന കാൾ മേയർ അവനെ പാർട്ടിയിൽ അംഗമാകാൻ പ്രോത്സാഹിപ്പിച്ചു. അതിനായി ഹിറ്റ്ലർക്ക് രഹസ്യ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അവനെ ഒരു മുഴുവൻ സമയ പ്രചാരകനാക്കി മാറ്റി. അതോടെ അഡോൾഫ് ഹിറ്റ്ലറുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 1919 ഒക്ടോബർ 16 മ്യൂണിക്കിന്റെ ഹൃദയഭാഗത്തുള്ള ഹോഫ്ബ്രൗ കേലർ എന്ന ബിയർ ഹാളിൽ വെച്ച് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിലെ അംഗങ്ങളോട് അവൻ തന്റെ ആദ്യത്തെ പ്രസംഗം നടത്തി. അന്നു വൈകിട്ട് 100 പേരുടെ മുൻപിലാണ് അവൻ സംസാരിച്ചത്. അവന്റെ വാക്ചാതുരി കൊണ്ട് അവൻ അവരെ ആകർഷിച്ചു. അവന്റെ പ്രകടനം കരഘോഷത്തോടെ സ്വീകരിക്കപ്പെട്ടു. അവരെ ആകൃഷ്ടരായി എന്ന് പറയുന്നത് വെറുമൊരു സംസാര രീതി മാത്രമല്ല, അതൊരു തരം മന്ത്രവാദമായിരുന്നു. അവന് കുറച്ച് അംഗീകാരം ലഭിക്കുകയായിരുന്നു. അതവന് വളരെ നല്ലൊരു കാര്യമായിരുന്നു. അവന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഈ പ്രസംഗം ഒരു നീണ്ട വിജയകരമായ കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. അവന്റെ രാഷ്ട്രീയ ഉയർച്ചയുടെ തുടക്കം. വളരെ പെട്ടെന്ന് തന്നെ അഡോൾഫ് ഹിറ്റ്ലർ DAPയുടെ താരപ്രഭാഷകനായി മാറി. പിന്നീടത് NSDAP അഥവാ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഇത്രയധികം ജനപ്രീതി ലഭിച്ചപ്പോൾ ഹിറ്റ്ലർ ഒരു പ്രൊഫഷണൽ നടനെപ്പോലെ തന്റെ പ്രസംഗങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. ഓരോ ചെറിയ കാര്യങ്ങളിലും അവൻ ശ്രദ്ധിച്ചു. അവന്റെ ശക്തി എല്ലാറ്റിനുമുപരിയായി ഒരു പ്രഭാഷകൻ എന്ന നിലയിലായിരുന്നു. വളരെ ഊർജ്ജസ്വലനായ, ശക്തനായ ഒരു പ്രഭാഷകൻ. ആധുനിക രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി അവൻ സ്വന്തമായിട്ടാണ് പ്രസംഗങ്ങൾ എഴുതിയിരുന്നത്. അവൻ തന്റെ ശബ്ദത്തിന്റെ ഏറ്റ ഇറക്കങ്ങളിലും ആംഗ്യങ്ങളിലും പ്രസംഗങ്ങളുടെ താളത്തിലും ശ്രദ്ധിച്ചു. 2 വർഷത്തിനു ശേഷം 1921 ഫെബ്രുവരിയിലെ ഒരിടത്ത് മ്യൂണിക്കിലെ ഏറ്റവും വലിയ വേദികളിലൊന്നായ സർക്കസ് ക്രോൺ ബിറ്റ്കം നിറഞ്ഞതായിരുന്നു. ഏകദേശം 6000 ആളുകൾ അഡോൾഫ് ഹിറ്റ്ലറെ കേൾക്കാനും അവനെ പ്രോത്സാഹിപ്പിക്കാനും എത്തിയിരുന്നു. അവന്റെ പ്രസംഗങ്ങൾ തീവ്രമായിരുന്നു. പക്ഷേ അവന്റെ വാക്കുകളുമായി താദാത്മ്യം പ്രാപിച്ച പോരാളികളെല്ലാം കീഴടങ്ങി. വെർസൈൽസ് ഉടമ്പടി കീറിയെറിയണമെന്നും ജനാധിപത്യം ജർമ്മനിക്ക് ചേർന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയല്ലെന്നും എല്ലാത്തിനും ഉത്തരവാദികൾ യഹൂദന്മാരാണെന്നും പലരും പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ അവൻ പ്രകടിപ്പിക്കുകയായിരുന്നു. അക്കാലത്ത് ആളുകൾക്കിത് കേൾക്കാൻ ഇഷ്ടമായിരുന്നു. കാരണം സാമ്പത്തികമായി ജർമ്മനി വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഈ പ്രസംഗങ്ങൾ പാർട്ടിയെ നിരന്തരം പുതിയ അംഗങ്ങളെ ആകർഷിക്കാൻ സഹായിച്ചു. 1919 അവസാനത്തിൽ 200 അംഗസംഖ്യ 1921 ഓഗസ്റ്റിൽ 3300 ഉയർന്നു. ഒടുവിൽ 1923 അവസാനത്തോടെ 55,000 ആളുകളിലെത്തി. ഈ ജനപ്രീതി ഹിറ്റ്ലർക്ക് ഒരു സമർപ്പണമായിരുന്നു. 1921 മുൻപ് ഭവനരഹിതനായിരുന്ന ആ തെമ്മാടി നാസി പാർട്ടിയുടെ നേതാവായി. അവന്റെ ആഗ്രഹം ഇപ്പോൾ വളരെ വലുതായിരുന്നു. ഒരു മുഴുവൻ രാഷ്ട്രത്തിന്റെയും നേതാവാകാൻ അവൻ ആഗ്രഹിച്ചു. 1920കളിൽ അഡോൾഫ് ഹിറ്റ്ലർ മ്യൂണിക്കിലെത്തിയ സ്ട്രാസിയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. കാഴ്ചയിൽ നിരുപദ്രവകരമായൊരു സ്ഥലമായിരുന്നു അത്. പക്ഷേ വാസ്തവത്തിൽ അത് അവന്റെ രാഷ്ട്രീയ ഉയർച്ചയുടെ പ്രതീകമായിരുന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ ഇന്നത്തെ ഉടമ ആദ്യമായി സംസാരിക്കാൻ സമ്മതിച്ചു. അയൽക്കാർ മുൻവാതിൽ തുറക്കുമ്പോഴെല്ലാം ഭയപ്പെട്ടിരുന്നുവെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവന്റെ അപ്പാർട്ട്മെന്റിന് മുൻപിലൂടെ പോകാൻ അവർ ആഗ്രഹിച്ചില്ല. കാരണം അവന്റെ ജീവനെടുക്കാൻ ഒരു ശ്രമം നടക്കുമ്പോൾ തങ്ങൾ അവിടെ ഉണ്ടായേക്കുമെന്ന് അവർ കരുതി. ഒരു ദുരന്തകരമോ വിരോധാഭാസവുമായ യാദൃച്ഛികതയെന്നോണം ആ കെട്ടിടത്തിന്റെ ഉടമ ഒരു യഹൂദിയായിരുന്നു. ഹ്യൂഗോ എർലാങ്ങർ എന്നായിരുന്നു അവന്റെ പേര്. താഴത്തെ നിലയിൽ അവനൊരു പുരുഷന്മാരുടെ വസ്ത്രക്കടയുണ്ടായിരുന്നു. കോണിപ്പടിയിൽ വെച്ച് ഹിറ്റ്ലറെ കടന്നുപോകുമ്പോൾ അവൻ തന്നോട് തികച്ചും സൗഹാർദ്ദപരമായാണ് പെരുമാറിയിരുന്നതെന്ന് അവൻ പറഞ്ഞു. ആ 2 പുരുഷന്മാരും പതിവായി കണ്ടുമുട്ടിയിരുന്നു. 13 വർഷത്തിനു ശേഷം ഹിറ്റ്ലറുടെ യഹൂദവിരുദ്ധ നയങ്ങളുടെ നിരവധി ഇരകളിൽ ഒരാളായി താൻ മാറുമെന്ന് എർലാങ്ങർക്ക് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഹിറ്റ്ലർ ചാൻസലറായ ഒരു മാസത്തിനു ശേഷം എർലാങ്ങറിന്റെ കെട്ടിടം നിർബന്ധിച്ച് വിൽക്കപ്പെട്ടു.
1938 ഹ്യൂഗോ എർലാങ്ങരെ ഡാഖൌ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ചു. 1 മാസത്തെ തടവിന് ശേഷം അവൻ സുരക്ഷിതനായി പുറത്തിറങ്ങി. രണ്ടാം ലോക മഹായുദ്ധത്തെ അതിജീവിച്ച അവന് തന്റെ അപ്പാർട്ട്മെന്റ് വീട് തിരികെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഒടുവിൽ 1949 അവനത് തിരികെ കിട്ടി. 1922 ഹിറ്റ്ലർ ഒരു വൻ രാഷ്ട്രീയ മുന്നേറ്റം നടത്തി. ബിയർ ഹാളുകളിലെ യോഗങ്ങൾ അവൻ വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ ഒത്തുചേരലുകൾ അപകടരഹിതമായിരുന്നില്ല. ആക്രമണങ്ങളിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിക്കുന്നതിനായി 300 പേശീ ബലമുള്ളവരെ നിയമിക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഏണസ്റ്റ് റോം ആയിരുന്നു നേതാക്കളിൽ ഒരാൾ. ഈ അർദ്ധസൈനിക സംഘടനയ്ക്ക് SA എന്ന് പേരിട്ടു. അതിൽ പ്രധാനമായും മുൻ സൈനികരായിരുന്നു അംഗങ്ങൾ. പിന്നീട് SA രാഷ്ട്രീയ എതിരാളികളെ ഏറ്റെടുക്കുകയും തെരുവിൽ അവരുമായി പോരാടുകയും ചെയ്തു. അടിസ്ഥാനപരമായി അവർ ഒരു കൂട്ടം ഗുണ്ടകളായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അധികാരം പിടിക്കാൻ അവനെ സഹായിച്ചത് ഈ മനുഷ്യരായിരുന്നു. നാസി പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അച്ചടിക്കാതെ ഒരാഴ്ച പോലും കടന്നുപോയില്ല. പത്രങ്ങൾ അവരുടെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനാൽ അക്രമത്തിലൂടെ അധികാരത്തിന്റെ ഉന്നതിയിലേക്ക് സ്വയമെത്താൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. അവനൊരു അട്ടിമറി നടത്താൻ പദ്ധതിയിട്ടു. മുസോളിനിയുടെ റോമിലേക്കുള്ള മാർച്ച് അവനെ വളരെയധികം പ്രചോദിപ്പിച്ചു. നിലവിലുള്ള വ്യാപകമായ ദാരിദ്ര്യവും പണപ്പെരുപ്പവും മുതലെടുത്ത് മ്യൂണിക്കിൽ അധികാരം പിടിക്കാൻ പറ്റിയ സമയമാണെന്ന് അവൻ വിലയിരുത്തി. 1923 നവംബർ 8 നാസി നേതാവ് മ്യൂണിക്കിലെ ഒരു ബിയർ ഹാളിൽ യോഗം ചേരുകയായിരുന്ന ബവേറിയൻ ഗവൺമെന്റിലെ അംഗങ്ങളെ ബന്ദികളാക്കി. തന്റെ 2000 SA അംഗങ്ങളുടെ പിന്തുണയോടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഹിറ്റ്ലർ അകത്തേക്ക് കയറി ജനക്കൂട്ടത്തെ നിശബ്ദരാക്കാൻ തോക്ക് മേൽക്കൂരയിലേക്ക് ചൂണ്ടി വെടിവെച്ച ശേഷം പറഞ്ഞു, ജർമ്മൻ വിപ്ലവം ആരംഭിച്ചിരിക്കുന്നു. തുടർന്ന് ഹിറ്റ്ലറും ബവേറിയ ഭരിക്കുന്ന ത്രിമൂർത്തികളും തമ്മിൽ ചർച്ചകൾ നടന്നു. അവർ ബെർലിനിലേക്ക് മാർച്ച് ചെയ്യണമെന്ന ധാരണയിലെത്തി. അട്ടിമറി നല്ല രീതിയിൽ തുടങ്ങിയതായി തോന്നി. പക്ഷേ ബവേറിയൻ അധികാരികൾ അതിന്റെ പ്രാരംഭകരായ ഹിറ്റ്ലർക്കും ജനറൽ ലുഡൻഡോർഫിനും നൽകിയ പിന്തുണ പിൻവലിച്ചു. അടുത്ത ദിവസം രാവിലെ ഇരുവരും ബവേറിയൻ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജനപിന്തുണ ലഭിച്ചില്ല. ഹിറ്റ്ലർ നിയമപാലകരുടെ ശക്തിയെ കുറച്ചു കണ്ടു. അവർ പോലീസുമായി ഏറ്റുമുട്ടി. വെടിവയ്പുണ്ടായി. ഒടുവിൽ പോലീസ് പ്രകടനത്തിന്റെ നേതാക്കൾക്ക് നേരെ വെടിയുതിർത്തു. നിരവധി പേർ മരിച്ചു. ഹിറ്റ്ലറുടെ അംഗരക്ഷകൻ അവന്റെ മുന്നിലേക്ക് ചാടി വീണു. 11 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി. അവന്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഹിറ്റ്ലർ തീർച്ചയായും കൊല്ലപ്പെട്ടിരുന്നേക്കും. ഇടതു തോളിൽ നിസ്സാരമായ ഒരു മുറിവുമായി അവൻ രക്ഷപ്പെട്ടു. ഹിറ്റ്ലർക്ക് അത്ഭുതകരമായ ഭാഗ്യമുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം ഏകാധിപതി ഏകദേശം 11 വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിൽ അവസാനത്തേത് 1944 ജൂലൈ 20 പോളണ്ടിലെ തന്റെ ആസ്ഥാനത്ത് വെച്ചായിരുന്നു. പക്ഷേ വീണ്ടും ഹിറ്റ്ലർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അതിന് കാരണം എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. ദൈവം തന്നെ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. താൻ അതിജീവിച്ച ഓരോ ശ്രമവും ഈ വിശ്വാസത്തെ കൂടുതൽ ശക്തമാക്കി. പരാജയപ്പെട്ട അട്ടിമറി ശ്രമത്തിന് ശേഷം ഹിറ്റ്ലർ ഓടി രക്ഷപ്പെട്ടു. മ്യൂണിക്കിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ദൂരമുള്ള ഉഫിംഗ് ആം സ്റ്റാഫിൽസി എന്ന പട്ടണത്തിലേക്ക് അവനെ കാറിൽ കൊണ്ടുപോയി. അവിടെ എത്തിയ ശേഷം അവർ കാർ കാട്ടിലൊളിപ്പിച്ച് കാൽനട യാത്ര തുടർന്നു. രാത്രി 7 മണിയോടെ അവൻ ഹാൻസ്റ്റെങ്കൽ ദമ്പതികളുടെ വീട്ടിൽ അഭയം തേടി. ഇത് ഹരോൾഡ് സാൻഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു. ഓസ്ട്രിയൻ അതിർത്തി അധികം ദൂരമില്ലാത്തതിനാൽ താൻ ഇവിടെ സുരക്ഷിതനാണെന്ന് ഹിറ്റ്ലർ കരുതി. പക്ഷേ അവൻ തെറ്റി. 2 ദിവസത്തിനു ശേഷം പോലീസ് അവനെ കണ്ടെത്തി. 1923 നവംബർ 11 പോലീസ് കെട്ടിടത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാം അവസാനിച്ചുവെന്ന് ഹിറ്റ്ലർക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, ഇതാണ് ആ പന്നികളുടെ കയ്യിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. അവൻ തന്റെ റിവോൾവർ എടുത്ത് തലയ്ക്ക് നേരെ പിടിച്ചു.